ഇന്ന് രാവിലെ പുട്ടും പഴവുമാണ്. അപ്പോൾ അത് പുട്ടിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും വേണ്ട വെള്ളവും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി അങ്ങ് മാറ്റി വെക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ പുട്ടുപൊടി അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും. പിന്നെ വേറെ വെള്ളമൊന്നും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുട്ടൊക്കെ വേകാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഈയിടെ ഞാനൊരു വാഴക്കൊല വെട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ കൊല ഇന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് തന്നെ. പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പണിക്ക് പോകുമ്പോൾ തന്നെ ഒരു മാഗിയും ബോണിയും കൂടി എന്നെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞു. മാഗീനോട് കൈ ചോദിച്ചപ്പോഴത്തേനും കുറേ പ്രാവശ്യം കൈയൊക്കെ തന്നു. പക്ഷേ ബോണിക്ക് അങ്ങനെ കൈയൊന്നും തരാൻ അറിയത്തില്ല കേട്ടോ. ഇവളെ ചെറുപ്പം മുതലേ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് അവളങ്ങനെ തരുന്നത്. നമ്മുടെ മുറ്റത്ത് വലിയൊരു മാവ് ഉണ്ടായിരുന്നു കായ്ക്കാനായി നിൽക്കുന്നത്. ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ മരം മുറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മരം മുറിക്കുന്ന സമയത്ത് ഒരു മരം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോറി വന്നു. വലിയ ലോറിയായിരുന്നു. ആ വണ്ടി വന്ന് തിരിച്ചപ്പോഴത്തേക്കും മാവ് ഒടിച്ചങ്ങ് കളഞ്ഞു. അറിയാതെ പറ്റിയതാണ്. എന്തായാലും അത് കിളുത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് വെയിലൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര മൂടലാണ്. അപ്പോൾ കുറച്ച് വിറകും കൂടി അപ്പുറത്തൊക്കെ എടുത്തുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് വിറകും കൂടി അങ്ങ് എടുത്തുകൊണ്ട് വെച്ചു.